ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഈദ് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗ്. ഇത്തവണ ഇതിന് നമ്മൾ നാട്ടിലായിരുന്നു. സ്കൂള് കുറച്ച് ദിവസം ഹോളിഡേ ഉണ്ടായിരുന്നു, സ്പ്രിംഗ് ഹോളിഡേ. അപ്പം ആ ഒരു ബ്രേക്കിന് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ പെരുന്നാളൊക്കെ ഒന്ന് നാട്ടിൽ കൂടിയിട്ട് വരാമെന്ന്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. നാട്ടിൽ പോകുന്നതിൻ്റെ മുൻപേ തന്നെ ഇവിടെ പതുക്കെ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചായി വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇതാ ഇങ്ങനെ ഫുള്ളായിട്ട് ഫോഗായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചൂടൊക്കെ ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഫോഗ് വരുന്ന അതുപോലെ തന്നെ കുറച്ച് സമ്മർ റെയിൻസ് സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ ചൂടിലോട്ടാണെന്നുള്ളത്. റമദാന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു ദിവസം ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് നോമ്പൊക്കെ തുറന്നു. നാട്ടിൽ പോകുന്നതിന് മുൻപേ ഞാൻ കുറച്ച് സാധനങ്ങൾ ടെമൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. എനിക്ക് മുൻപ് ഞാനിങ്ങനെ ഈ ആപ്പ് കണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറേയൊക്കെ ഒരു ക്വാളിറ്റി കുറവുള്ള പ്രൊഡക്റ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നും വാങ്ങിക്കാതിരുന്നതാണ്. പിന്നെ അത്യാവശ്യം വന്നപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഡെലിവറി വന്നത്. ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ ചെറുതായിട്ട് കാണിക്കാം. ഞാൻ കുറച്ച് പാക്കിംഗ് ഐറ്റംസും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ച സാധനങ്ങളെല്ലാം കുഴപ്പമില്ലാത്തതായിരുന്നു. ഈ ഒരു സാധനം ഇതൊരു എന്താ പറയുക, നമ്മൾ ക്യാൻഡിൽ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെക്കറേറ്റീവ് പീസ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു സാധനം മാത്രം എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയില്ല. ഞാൻ ഫോട്ടോയിൽ കണ്ട സമയത്ത് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റിയുള്ള സാധനമാണ് പ്രതീക്ഷിച്ചത്. അപ്പം അത് ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിൻറ്റഡായി. കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ക്വാളിറ്റി ഇല്ല. കാരണം ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാൽ ഇതിൻ്റെ കുറച്ച് പ്രൈസിനോ അതോ അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം പ്രൈസിനോ നമുക്കിവിടെ ഹോം ബോക്സിലോ ഹോം സെൻറ്ററിലൊക്കെ കിട്ടുന്നുണ്ട്. അത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് മാത്രം ഒന്ന് ചെറിയതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് പറയാം. വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് ഞാൻ ടെമൂന്ന് വാങ്ങിച്ചത്. ഇത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. പിന്നെ കുറച്ച് കപ്പ് കേക്ക്സിൻ്റെ മോൾഡ് വാങ്ങിച്ചു. ഇത് മോൾഡല്ല, ഇത് പേപ്പർ വെച്ചിട്ട് നമുക്ക് മഫിൻസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മഫിൻ കപ്സാണ്. അത് വാങ്ങിച്ചു. പിന്നെ ഇതൊരു കോഫി ഒരു മെഷറിങ് കപ്പാണത്. ഇത് ഞാൻ കണ്ടപ്പോൾ കുറച്ചൊരു വലുതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കണ്ടപ്പം കൈ കിട്ടിയപ്പോൾ കുഴപ്പമില്ല. നമുക്ക് കോഫി മെഷീനിന് എടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു വലുപ്പം ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഇത്തിരി കൂടെ വലുതാണെന്ന് പ്രതീക്ഷിച്ചു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ കൂടുതലും വാങ്ങിച്ചത് പാക്കിംഗ് ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഒന്നും ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെലിവറിയും കറക്റ്റ് ടൈമിൽ തന്നെ ആയിരുന്നു. അവരതിൽ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ ഡെലിവറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റായിട്ട് നമ്മൾ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റിലത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഫ്രീ ആയിരുന്നു. അതിനി ആ സമയത്ത് എന്തെങ്കിലും ഓഫേഴ്സ് എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ആപ്സും ഫസ്റ്റിലെ ഒരു പർച്ചേസ് നമുക്ക് ഫ്രീ ആയിട്ട് ഷിപ്പിംഗ് തരുമല്ലോ. അപ്പം ഇതും അങ്ങനെ തന്നെ ആയിരുന്നു. ഇതൊക്കെ നമുക്ക് റാപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെയുള്ള 2-3 പേപ്പർ ബാഗ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ടെമൂന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ഒരു 100 AD അബവ് ഉണ്ട്. പിന്നെ ഈ ഒരു ഹെയർ പിൻസും കൂടെ വാങ്ങിച്ചു. ഇത്തവണ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും നോമ്പിന് ഇഫ്താറിന് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതായിരുന്നു. നമ്മൾ വേഗം തന്നെ പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുൻപേ ആയിരുന്നു നമ്മുടെ ഇഫ്താർ. ഇത്തവണ നമ്മൾ ഒരു ഹോട്ടലിലാണ്. നോർമലി നമ്മളെല്ലാവരും പോട്ട്ലക്കാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ എല്ലാവർക്കും വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വന്നിട്ട് പിന്നെ കുക്ക് ചെയ്തിട്ടൊക്കെ വരാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ
ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇഫ്താർ കൂടിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ എനിക്ക് ഇഫ്താറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഐക്യയിലോട്ട് പോയി. ഐക്യയിൽ ഷോപ്പ് ചെയ്ത് പിന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ക്ലോസ് ചെയ്ത്, അതുകൊണ്ട് തന്നെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വർക്കിംഗ് ഡേ ആണ്. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിലും 12 o'clock വരെ ഉണ്ട്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 10:30 11 മറ്റാണെന്ന് തോന്നുന്നുണ്ട് വർക്കിംഗ് ഡേയ്സിൽ ടൈമിങ്. അപ്പോൾ ഐക്യയിൽ നിന്ന് വാങ്ങിക്കാനുള്ള അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ഐക്യയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പുറത്തോട്ട് പോവുകയാണ്. ഇനി നമ്മൾ വീട്ടിലോട്ടാണ്. റെസ്റ്റോറൻറ്റ്സും എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി തിരിച്ച് വീട്ടിലോട്ട്. ഇത്തവണ ഐക്യയിൽ ശരിക്കും ഈ ഒരു സമയത്ത് ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ഒരു സെയിൽ ഉണ്ടാവേണ്ടതാണ്. ഇത്തവണ അങ്ങനെ ഒരു സെയിലെന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഐക്യ ഫാമിലി ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അവർ ഇടുമായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പാർക്കിങ്ങിലെത്തി. വണ്ടികളൊന്നുമില്ല, എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ദിവസമാണ്. ഞാൻ 23rd മാർച്ചിനാണ് നാട്ടിലോട്ട് പോയത്. ഇത്തവണ നമ്മുടെ ഫ്ലൈറ്റ് അബുദാബി എയർപോർട്ടിൽ നിന്നായിരുന്നു, അബുദാബിയിലെ പുതിയ എയർപോർട്ട്. 24th ഏർലി മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഞാൻ കുറേ കാലമായി നാട്ടിൽ പെരുന്നാളും നോമ്പും ഒക്കെ കൂടിയിട്ട്. മക്കളൊക്കെ നോമ്പിൻ്റെ എന്താ പറയുക, നോമ്പ് നാട്ടിൽ അതൊന്നും അവരൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒന്നും അവരൊന്നും നോമ്പെടുക്കുന്നതും അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂളും ഒന്ന് ലീവാണെന്ന് ഹോളിഡേ കിട്ടുന്നുണ്ടെന്നൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് നാട്ടിൽ പോയി പെരുന്നാളും നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തു, എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ ഞാൻ ലോഞ്ച് ആക്സസ് എടുത്തിട്ടില്ല. കാരണം ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് എൻ്റെ കാർഡ് മിസ്സായി. പുതിയ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് അത് അന്ന് വരും, ട്രാവൽ ചെയ്യുന്ന അന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ലോഞ്ചിൽ പോയിട്ട് എത്രയാണ് പെർ ഹെഡ് എന്ന് ചോദിച്ചപ്പോൾ അവർ 275 dirhams എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോന്നു. പെർ ഹെഡിന് അത്രയുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് കോഫിയെല്ലാം കഴിച്ചു. നമ്മളിതാ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ആളുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് പോയത്, അതുകൊണ്ടാണോ എന്നറിയില്ല, അധികം തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതാ നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ക്ലൈമറ്റ് കുറച്ച് ചൂടുണ്ടായിരുന്നു. കാരണം UAE ഞാൻ വരുന്ന സമയത്ത് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കുറച്ചൊരു ചൂടുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ സപ്പോർട്ട് മരത്തിൻ്റെ മുകളിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കുറച്ചൊക്കെ ഒന്ന് നടന്ന്. രാവിലെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പരിപാടികൾ. പുറത്തൊക്കെ ഒന്ന് നോക്കി നടന്ന് നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ മാങ്ങ ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ നമ്മൾ പെരുന്നാൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്തല്ല എന്നാലും കുറച്ച് അടുത്തുള്ള ഒരു ബുട്ടീക്കിലോട്ടാണ് പോയത്. ഞാൻ കുട്ടികളുടെ ഡ്രസ്സെല്ലാം UAE നിന്ന് തന്നെ എടുത്തിട്ട് വന്നതാണ്. കാരണം നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് പോയി അവരെയും കൊണ്ട് പോയി തപ്പിയെടുക്കലൊക്കെ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ എനിക്കുള്ള സൽവാർ എപ്പോഴും ഞാൻ നാട്ടിൽ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ അത് ഓൾറെഡി ഞാനിവിടെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് 2-3 എണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കി മെറ്റീരിയലൊക്കെ കൂടെ നോക്കിയിട്ട് അതെടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു, സൺഡേ.
ഓൾറെഡി നമ്മൾ നാട്ടിൽ മൺഡേ പെരുന്നാളാവുമെന്ന് എല്ലാവരും ഏകദേശം പറഞ്ഞ് ഉറപ്പായിട്ടുള്ളൊരു സംഭവമായിരുന്നു. UAE സൺഡേ എനിക്ക് തോന്നുന്നു പെട്ടെന്നായതുപോലെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. കാരണം അവർ ഓൾറെഡി മൺഡേ ആവുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു, ഇത്തവണ നോമ്പ് 30 കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ ഷോപ്പിംഗ് അല്ല, എനിക്ക് തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു സലോൺ കണ്ടു. അപ്പോൾ കയറി ചോദിച്ചപ്പോൾ അവിടെ അപ്പോൾ തിരക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഹെയർ കട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. ഇത് ഈ ഫ്ലോണ്ടിൻ്റെ എന്താ പറയുക ന്യൂ ഒരു പാർലർ, മീൻസ് ന്യൂ ലൊക്കേഷനാണെന്ന് പറഞ്ഞു. ഇവിടെ തുടങ്ങിയിട്ട് 2-3 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇത്തവണ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളൊരു ഹെന്ന ആർട്ടിസ്റ്റാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സലൂണിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ആൾ എത്തുന്നതിന് മുൻപേ തന്നെ നമുക്ക് വീട്ടിലെത്തണം. ഞാൻ ആദ്യം വിചാരിച്ചു രാത്രി മഗ്‌രിബിന് ശേഷം പോയിട്ട് മൈലാഞ്ചി ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഇനിയിപ്പം എങ്ങാനും പെരുന്നാളായി കഴിഞ്ഞാൽ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചപ്പം ആൾ ആ സമയത്ത് ഫ്രീ ആയിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് വന്നു. ആദ്യം മക്കൾക്കൊക്കെ മൈലാഞ്ചി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാനിട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ മൈലാഞ്ചി. അപ്പം ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കൂടും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.